മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹീതമായ ദൈവവചനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെടനായ കർത്താവ് പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിനോട് പറയുന്ന വാക്കാണ് നമ്മൾക്കിവിടെ വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഇത് പറയാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കല്പം പിൻപിലേക്ക് വചനത്തിലെ ചില കാര്യങ്ങൾ വളരെ ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 21 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വീണ്ടും കടലിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് അവന്റെ കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ട് ഇരുന്നു. ഈ ഭാഗവും അതിനോട് ചേർന്നുള്ള ചില ഭാഗങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് യേശു കർത്താവിന്റെ അരികിലേക്ക് വന്നതായ പള്ളിപ്രമാണിയായ യായിറോസിനെ കുറിച്ച് നമ്മളിവിടെ വായിപ്പാനിടയായി തീർന്നു. അദ്ദേഹം പള്ളിയുടെ പ്രമാണിയാണ്. പക്ഷേങ്കില് പള്ളിപ്രമാണി ആയതുകൊണ്ട് പള്ളിയിലെ പുരോഹിതന്മാര് മറ്റു പലരും ഉന്നതന്മാരവിടെ ഉള്ളപ്പോൾ അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വിടുതലിന് വേണ്ടി ഈ മനുഷ്യൻ, ഈ വ്യക്തി ആഗ്രഹിച്ചു. അപ്പോൾ മറ്റൊന്നും താൻ നോക്കുന്നില്ല, മറ്റാരെയും താൻ നോക്കുന്നില്ല. തനിക്ക് കുഞ്ഞു മകളുടേതായിരിക്കുന്ന ഒരു വിടുതലാണ് ആവശ്യമായിരിക്കുന്നത്. അതിന് സാഹചര്യത്തെ താൻ നോക്കുന്നില്ല. പുരുഷാരമൊക്കെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്തു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടി എന്നാണ് കാണുന്നത്. വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. വന്നു കൂടിയതിന്റെ ഇടയിലാണ് പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് കർത്താവിന്റെ കാൽക്കൽ വീണു എന്ന് കാണുന്നു. അദ്ദേഹത്തിന് ഒരു ലജ്ജയുമില്ല. കണ്ടോ, പള്ളിപ്രമാണി ആയതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നൊന്നും താൻ എന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നേ ഇല്ല. ഇന്നാണെങ്കിൽ വേറെ അല്ലെ പള്ളിയുടെ പ്രമാണിയാകുമ്പോൾ ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും, ഇത് ഓർത്തിട്ട് പലപ്പോഴും ഭയപ്പെട്ട് എന്ത് ചെയ്യുന്നു, വിടുതൽ കിട്ടിയില്ലേലും വേണ്ടിയില്ല, കർത്താവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യത്തില്ല, വരികയില്ല. അവർക്ക് ലജ്ജയാണ്, അപമാനമാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നും വിടുതൽ പ്രാപിക്കാതെ ഭവനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും പള്ളിയുടെ വലിയ പ്രമാണിയാണെന്നും പറഞ്ഞ് മുൻപോട്ട് പോകുന്നു അല്ലാതെ അവരുടെ ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് പറയാനുണ്ട്, ഞാൻ ഇന്ന പള്ളിയിലെ പ്രമാണിയാണ്, ഞാൻ ഇന്നിടത്തെ ഉന്നതനായ ആളാണ്. ഇതൊക്കെ പറഞ്ഞ് വീമ്പിളക്കുവാൻ വേണ്ടി അവരുടെ പക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അവരുടെ ഭവനാന്തർഭാഗത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വസ്ഥതയില്ല. അവരുടെ ഭവനാന്തർഭാഗത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു വിടുതലില്ല. അവർ പള്ളിയിൽ പോകുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. പക്ഷേങ്കിൽ ഭവനത്തിൽ വരുമ്പോൾ ഒരു വിടുതലും അവിടെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ലെന്നുള്ളത് വാസ്തവമായ ഒരു അനുഭവം. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായിരിക്കുന്ന ഈ മനുഷ്യൻ പുരുഷാരം എന്ത് ചിന്തിക്കുന്നെന്നോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നെന്നോ, മറ്റുള്ളവർ ഇനിയും പള്ളിയിൽ ചെന്ന് പുരോഹിതനോട് എന്തു പറയുന്നോ, ഇതൊന്നും ഇദ്ദേഹത്തിന് എന്തല്ല, വിഷയമേ അല്ല. താൻ അതിന്റെ വേറൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞു മകളെ താൻ അതുപോലെ എന്ത് കാണും, സ്നേഹിച്ചു കാണും. നമുക്ക് ഭവനത്തിൽ ഒരു മകളുണ്ടെങ്കിൽ അല്ലെ മകനുണ്ടെങ്കിൽ ആ പിതാക്കന്മാർക്ക് ഈ പെൺമക്കളോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൺമക്കളേക്കായാലും പെൺമക്കളോട് ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ എന്ത് ചെയ്യും, ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ യായിറോസ് എന്ന് പറഞ്ഞ മനുഷ്യനും എന്ത് ചെയ്തത്,
ഈ മകളെ കുറിച്ച് ഒരു വലിയ താല്പര്യം, വലിയ ഒരു ഭാരം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും താൻ നോക്കുന്നില്ല. തനിക്കൊരു വിടുതലാണ് ആവശ്യമായിരിക്കുന്നത്. എങ്ങനെയാണേലും തനിക്കൊരു വിടുതൽ എന്താണ് ആവശ്യമായിരിക്കുന്നു. അന്ന് അവിടെ വൈദ്യന്മാരില്ലാഞ്ഞിട്ടല്ല, വൈദ്യന്മാരുണ്ട്. ഇദ്ദേഹം പള്ളിപ്രമാണി ആയതുകൊണ്ട് ഒരു ഉന്നത ലെവലിലൊക്കെ നിൽക്കുന്ന ആളാണ്. സാമ്പത്തികമായിട്ടും വലിയ തെറ്റില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നേക്കാം. എന്നാൽ പോലും അന്നുള്ള വൈദ്യന്മാർക്കൊന്നും ഈ കുഞ്ഞുമകളുടേതായിരിക്കുന്ന രോഗാവസ്ഥയിൽ ഒരു വിടുതൽ കൊടുക്കാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് മറ്റു പലതും അതിനു മുൻപേ അവൻ നോക്കിക്കാണും. പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒന്നും ഒരു വിടുതൽ ലഭിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ഇന്നും മറ്റു പലരും ചെയ്യുന്ന അതല്ലേ, ആദ്യം പലയിടത്ത് പോയിട്ട് പല കാര്യങ്ങൾ ചെയ്തു നോക്കും. ഒന്നും പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ അരികിലേക്ക് വന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാന്നറിയാമോ, യായിറോസ് ഇതുപോലെ നോക്കിക്കാണും. പ്രാരംഭത്തിൽ അവൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കാണും. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടിക്ക് രോഗത്തിനൊരു സൗഖ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അവന്റെ അന്തരാത്മാവിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇനി ഇവിടെ വിടുതൽ തരാനായിട്ട് വൈദ്യന്മാരെ കൊണ്ട് കഴിയത്തില്ല. യേശു കർത്താവിന്റെ അരികിലേക്ക് വന്ന് അവന്റെ കാൽക്കൽ വീഴുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് അവന് നന്നായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ ഇന്നും യേശു കർത്താവിനെ പിന്തുടരാനും യേശു കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കാനും കർത്താവിന്റെ കാൽക്കൽ വീഴാനും അനേകർ എന്ത് ചെയ്യുന്നത്, തയ്യാറാകുന്നത്. അവർക്ക് അതിൻ്റെതായ വിടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ലജ്ജിച്ച് ഭവനങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നു, ആ ലജ്ജയോടെ ഇരിക്കുന്നത് കൊണ്ട്, കർത്താവിന്റെ നാമനിമിത്തം അല്ലേ അവർ ലജ്ജിച്ചിരിക്കുന്നത്. അത്ര ശ്രേഷ്ഠമായ നാമം അത് വിളിച്ചപേക്ഷിക്കുവാൻ വേണ്ടി ലജ്ജിക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു, വിടുതലുകൾ പലപ്പോഴും അന്യപ്പെട്ട് നിൽക്കുന്ന ഒരനുഭവം. വിടുതൽ അവരുടെ ഭവനത്തിൽ വെളിപ്പെടുന്നില്ല. മറ്റു പലരുടെയും മുൻപിൽ അവർ സന്തോഷവാന്മാരായിരിക്കാം. പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഭവനാന്തർഭാഗത്തിൽ അവർ ദുഃഖത്തിന്റെ അനുഭവങ്ങൾ തളം കിട്ടി നിൽക്കുന്നു. വലിയൊരു ശൂന്യപ്പെട്ട ഒരു അനുഭവം, പരിഹരിക്കുവാൻ പറ്റാതിരിക്കുന്ന പല വിഷയങ്ങൾ ഭവനത്തിന്റെ ഉള്ളറയിലുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഭവനത്തിന്റെ ഉള്ളറയിലുണ്ട്. എന്നാലും പള്ളി പ്രമാണിയാണെന്നുള്ള രീതിയിൽ അവർ ഉന്നതകരമായ ആ ലെവലില് അവരുടെ ആ ഉയർന്ന ലെവലിൽ നിന്ന് അല്പം പോലും താഴാന് ഇന്ന് മനസ്സില്ലാതെ പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അതിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ് ഈ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം കാൽക്കൽ വീണു എന്നാണ് കാണുന്നത്. ആലോചിച്ച് നോക്കുക, എന്തേ നടന്നു പോകുന്നതായ കൂട്ടത്തിൽ ഒരു മനുഷ്യന് യേശുവിന്റെ കാൽക്കലേക്ക് വീഴുക എന്ന് പറയുമ്പോൾ പരിസരം നോക്കുന്നില്ല. നല്ല പാ വിരിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും അവിടെ വിരിച്ചിട്ടുണ്ടോ, ഇതൊന്നും നോക്കുന്നില്ല. അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ യേശുവിന്റെ കാൽക്കൽ വീഴാന് ഒരു മടിയും കാണാതെ, അത് റോഡിലാണോ അത് ഏത് സാഹചര്യത്തിലാണോ അവിടെ വീണിട്ട് അവന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി അവനെ ഉള്ളിൽ ആഗ്രഹിച്ചു. ഇതാണ് ആവശ്യബോധക്കാരനെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് അവൻ കർത്താവിന്റെ പാദവിടത്തെങ്കിൽ വീഴാൻ അവൻ തയ്യാറാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് യായിറോസിനെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി അന്നുള്ളവരും ശ്രമിച്ചു കാണുമായിരുന്നേക്കാം. പക്ഷേങ്കിൽ യായിറോസിന് ഇതൊന്നും അല്ല ഒരു വിഷയം. കാരണം താൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് തന്റെ ഭവനത്തിലെ ആ കുഞ്ഞുമകളാണ് അത്യാസന നിലയിൽ കിടക്കുന്നത്, താൻ കണ്ടേച്ചു പോരുന്നത്. അതുകൊണ്ട് മറ്റാർക്കും അത് സംഭവിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങൾ മറ്റാരുടെയും ഭവനത്തില്, അത് കൂട്ടുകാരന്റെയോ തന്റെ ബന്ധുമിത്രാദികളുടെയോ ഭവനത്തില് സംഭവിക്കാത്ത കാര്യങ്ങൾ തന്റെ ഭവനത്തിൽ സംഭവിക്കരുതെന്ന് ഓർത്തിട്ടാണ് താൻ എന്ത് ചെയ്യുന്നറിയാമോ, യേശുവിന്റെ കാൽക്കൽ എന്ത് ചെയ്യുന്നത്, വീണത്. നമുക്കറിയാം, ഈ കാൽക്കൽ വീണ് പരിഹാരം തരുവാൻ കഴിവുള്ളവന്റെ കാൽക്കലേ വീഴാവൂ. ഇന്ന് ഒത്തിരി ആളുകൾ ഒത്തിരി പേരുടെ കാൽക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, വീഴുന്നുണ്ട്. ശ്രേഷ്ഠന്മാരാണെന്നോർത്ത്, പുരോഹിത ശ്രേഷ്ഠന്മാരാണെന്നോർത്ത് എന്ത് ചെയ്യുന്നു, ഒത്തിരി പേരുടെ കാൽക്കൽ വീഴുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ പോയി കാൽക്കൽ വീണത് കൊണ്ട് അവരുടെ വിഷയത്തിന്മേൽ എന്ത് ചെയ്യുന്നില്ല, പരിഹാരമുണ്ടാകുന്നില്ല. പരിഹാരമുണ്ടാക്കുവാൻ കഴിവുള്ളവന്റെ, അധികാരമുള്ളവന്റെ കാൽക്കൽ വീണാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്.
സകലതും അടിയറ പറഞ്ഞു. എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിന്റെ കാൽ പിടിക്കുന്ന ഒരു അനുഭവം പോലെ എന്റെ കർത്താവ് എവിടെ നിന്നല്ലാതെ എനിക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. അത് വേറെ ആരും താൻ നോക്കുന്നില്ല, ആക്ഷേപിക്കുന്നു എന്ന് നോക്കുന്നില്ല, അടുത്ത നിമിഷത്തില് തനിക്ക് എന്താ വരാൻ പോകുന്ന നോക്കുന്നില്ല, തന്നെ പള്ളിയിൽ നിന്ന് മുടക്കുമെന്ന് താൻ നോക്കുന്നില്ല. ഇതൊന്നും തനിക്കൊരു വിഷയമേ അല്ല. തന്റെ കുഞ്ഞു മകൾക്ക് എന്ത് ചെയ്യണം? ഒരു വിടുതൽ വേണം. ഇങ്ങനെ ദൈവ സന്നിധിയിൽ നിന്ന് വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന അത് മക്കൾക്ക് വേണ്ടിയാണ് ദൈവം വിടുതൽ അയക്കുന്നത്. അതല്ലാതെ എന്തെന്നറിയാമോ? സാഹചര്യവും അവസരവും നോക്കിക്കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ആരും കാണാതെ ചെന്നിട്ട് ഒരപേക്ഷയും പിന്നെ പഴയ ലെവലിലേക്ക് പോകുന്ന തലവും അതൊരിക്കലും യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? എല്ലാരും കണ്ടുകൊള്ളട്ടെ, പക്ഷെങ്കിൽ തനിക്കതൊരു വിഷയമല്ല. തനിക്ക് എന്ത് വേണം? ഒരു വിടുതൽ വേണം. കുഞ്ഞു മകളുടേതായിരിക്കുന്ന വിടുതല് അവൻ പ്രതീക്ഷിച്ചു വന്നു. അത് വേറെ ആരുടെ അടുക്കലല്ല, വിടുതൽ തരുവാൻ കഴിവുള്ള യേശു കർത്താവിന്റെ അരികിൽ വന്നിട്ട് കേവലം കുമ്പിട്ട് നിൽക്കുന്നുള്ളതല്ല അവിടെ കാണുന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? വീഴുകയാണ്. അവൻ വീഴാൻ തയ്യാറായി, കാൽ പിടിക്കുവാൻ തയ്യാറായി. ഇവിടെയാണ് താഴ്മയുടെ അനുഭവം. ഇവിടെയാണ് ലജ്ജ കൂടാതെ കർത്താവിന്റെ അരികിലേക്ക് വരുന്ന അനുഭവം. പിന്നെ അവന് വിടുതൽ കിട്ടാതിരിക്കുമോ? തീർച്ചയായും അവന്റെ പ്രശ്നത്തിന് പരിഹാരം കർത്താവ് കൊടുത്തേ സാധ്യമായി തീരുകയുള്ളൂ. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞതാണെങ്കിലും ലോകം തള്ളിക്കളഞ്ഞതാണെങ്കിലും കർത്താവിന്റെ പാതപെടുത്തെങ്കിൽ ആരൊക്കെ വീണിട്ടുണ്ടോ അവരെ ആരെയും കർത്താവ് കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവരെ ആരെയും കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. അത് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് ഒരിക്കൽ ദാവീദ് സംഗീതത്തിന്റെ ഭാഗത്തിൽ ഓർമ്മപ്പെടുത്തിയുണ്ടായി. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ചേർത്തുകൊള്ളുന്ന ഒരു കർത്താവ്. ആരുപേക്ഷിച്ചു കൊള്ളട്ടെ, ചേർത്തുകൊള്ളാൻ ഒരുവനുണ്ടെങ്കിൽ വീഴുവാൻ തക്കവണ്ണം നിന്നെ തള്ളുന്ന ശക്തികൾ കണ്ടേക്കാം, പക്ഷെ മറു സൈഡില് നിന്നെ താങ്ങുന്ന ഒരു ഭുജമുണ്ട്. നീ അത് കാണണമെങ്കിൽ മറ്റുള്ളവരുടേതായിരിക്കുന്ന തള്ളൽ കണ്ടിട്ട്, മറ്റുള്ളവരുടേതായിരിക്കുന്ന നിന്നയുടെ വാക്ക് കേട്ടിട്ട് നീ അധൈര്യപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാകരുത്. ആ തള്ളുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ മറു സൈഡ് നിന്നെ താങ്ങുന്ന ഒരു ഭുജമുണ്ട്. ഈ കാൽക്കൽ വീണിട്ട് യേശു കർത്താവിനെയും കൊണ്ട് തന്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. അവൾ എന്ത് ചെയ്യണു? പോകുന്ന അപ്പോഴത്തേക്ക് യായിറോസിന് ഉള്ളിൽ സന്തോഷമായി. എന്താണ്? യേശു കർത്താവ് തന്റെ കൂടെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യണം? വരണമെന്ന് താൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ 25 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടു ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നൊരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ശാരത്തിൽ കൂടി പുറകിൽ വന്ന് എന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവിടെ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് തുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, തുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടു എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടു, വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു. വസ്തുത ഒക്കെ അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ യായിറോസ് ആണ് കർത്താവിന്റെ കാൽക്കൽ വീണ് അവന്റെ വീട്ടിലേക്കാണ് യേശു കർത്താവിനെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഓർക്കണം. അവനാണ് ബദ്ധപ്പാടെല്ലാം ചെയ്തത്, അവനാണ് കഷ്ടപ്പാടെല്ലാം ചെയ്തത്, അവനാണ് മറ്റുള്ളവരുടെ നിന്നെയൊക്കെ സഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കർത്താവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുക. അതിനിടയിലാണ് ഈ ഒരു സ്ത്രീ കയറിയിട്ട് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ത് ചെയ്യുന്നത്?
അവിടെ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ യായിറോസിന് ആവശ്യക്കാരനാണ്, കുഞ്ഞു മകളുടേതായിരിക്കുന്ന അത് വിടുതൽ ആവശ്യമാണ്. പക്ഷെ ഈ സ്ത്രീ ചിന്തിച്ചു, അങ്ങോട്ട് പോകുന്നതിന് മുൻപേ എനിക്ക് വിടുതൽ തന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി. കണ്ടോ, വിടുതൽ പിടിച്ചു വാങ്ങിക്കുകയാണ്, വിടുതൽ പിടിച്ചു വാങ്ങിക്കുകയാണ്. യായിറോസ് ആണെങ്കിൽ കാൽക്കൽ വീഴുന്നു, കർത്താവിനെ കൊണ്ടുപോകുന്നു. ഈ സ്ത്രീ ആണെങ്കിലോ കാൽക്കലും വീണില്ല, കർത്താവിന്റെ അരികിൽ വന്നിട്ട് അവിടെ വിഷയവും പറയുന്നില്ല. അവളുടെ വീട്ടിൽ വെച്ച് അവൾ ഉള്ളിൽ പറഞ്ഞു, എന്താണ്, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും, രക്ഷപ്പെടും, രക്ഷ പ്രാപിക്കുമെന്ന് അവിടെ ഉള്ളിൽ എന്ത് ചെയ്തു, പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇവൾ ഏറിയോന്ന് വൈദ്യന്മാരാൽ സഹിച്ച ഒരു സാധു സഹോദരിയാണ്. അതുപോലെ വൈദ്യന്മാരെ സഹിച്ചു എന്നുള്ളത് മാത്രമല്ല, തനിക്കുള്ളതെല്ലാം എന്ത് ചെയ്തു, ചിലവിട്ടു. നന്മയുണ്ടായിരുന്നു, അതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ഭേദം വരാതെ പരവശയായിരിക്കുന്ന ഒരു സ്ത്രീയെ. നമുക്കറിയാം, ഒരു അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിട്ട് അനേക പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഈ സ്ത്രീയിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രോഗ അവസ്ഥ, അത് അന്നുണ്ടായിരുന്ന ഡോക്ടേഴ്സുമാർക്ക്, വൈദ്യന്മാർക്ക് അതിന്റെ കാരണം എന്തെന്നൊന്നും കണ്ടുപിടിക്കാൻ എന്തെയ്തില്ല, പറ്റിയില്ല. കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞതിന്റെ കാര്യം എന്താ അറിയുമോ, ഇതിന്റെ പുറകിൽ ഒരു രോഗബന്ധനം, ഒരു ബാധ ഉണ്ടായിരുന്നത് കൊണ്ട് ബാധ സ്കാനിങ്ങിനകത്ത് തെളിയത്തില്ല. ബാധ MRI സ്കാനിങ് തെളിഞ്ഞു വരത്തില്ല. ബാധ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം അത് ഉള്ളതിനകത്ത് ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇത് ബാധ തെളിയത്തില്ലെന്നേ. അത് രോഗബന്ധനമായിരിക്കുന്നത് കൊണ്ട് അതൊന്നും എന്ത് ചെയ്യത്തില്ല. ഇന്നത്തെ ഉന്നതന്മാരായ ഡോക്ടർമാർ നോക്കിക്കോ, അത് ചെയ്യുന്നില്ല. ഈ രോഗബന്ധനം അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്ന സംഭവം അത് ഡോക്ടേഴ്സിനോ ഏതെങ്കിലും ഉപകരണത്തിനകത്തോ ഇത് തെളിഞ്ഞു വരികയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് പൈശാചികമായ തലത്തില് അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ശരീരത്തിൽ നിന്ന് അത് പല പ്രാവശ്യങ്ങളിലായിട്ട് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, അത് ശരീരം മെലിഞ്ഞു കാണും, അവള് അതുപോലെ ക്ഷീണാവസ്ഥയിലായി കാണും. അതാണ് ഒട്ടും ഭേദമില്ലാതെ പരവശയായിട്ടിരിക്കുന്ന സ്ത്രീയെ ചിന്തിക്കണം. ഒട്ടും ഭേദമില്ലാതെ പരവശയായിട്ടിരിക്കുന്ന ആ സ്ത്രീ ഇനി വേറെ ഒന്നും പോകാനായിട്ട് അവർക്ക് വഴിയില്ല. വേറെ ഒരു വൈദ്യന്റെ അടുക്ക പോകാനായിട്ടില്ല. ഓരോരുത്തർ പറഞ്ഞു, ഇന്ന വൈദ്യന്റെ അടുക്ക പോയാൽ ഇതിന് ഭേദം വരും, ഇന്ന വൈദ്യന്റെ അടുക്ക പോയാൽ. ഇന്ന് അങ്ങനെയാണല്ലോ, ഓരോ ഡോക്ടേഴ്സുമാർ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, പല ഡോക്ടേഴ്സുമാരുടെ അടുക്കൽ പോകുന്നു. പക്ഷെങ്കിൽ ബാധയാണെങ്കിൽ ഇത് ഡോക്ടേഴ്സിന്റെ അടുക്കൽ പോയി പൈസ കളയാന്നുള്ളതല്ലാതെ വിടുതൽ എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി വിടുതൽ തരുവാൻ കഴിവുള്ള ആ ഒരുവനുണ്ട്, അവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യണം, വരണം. അത് യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന അല്ലെ തന്നെ പിന്തുടരുന്ന ശിഷ്യന്മാരോട് ദൈവം അതിനുള്ള അധികാരം എന്ത് ചെയ്തു, കൊടുത്തു. പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. അപ്പൊ അധികാരം കൊടുത്തു. ആ കൈമാറിയ അധികാരം നമ്മൾ ദൈവാത്മാവിന്റെ സാന്നിധ്യത്താൽ അതിന്റെ പ്രവൃത്തിഭാവത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വിടുതൽ എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്ത കാര്യം, മറ്റ് പല വൈദ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, മന്ത്രവാദിക്ക് ഭേദമാക്കാൻ പറ്റാത്ത കാര്യം, അത് കർത്താവിന്റെ നാമത്തിൽ കൂടെ ഇന്നും ഭേദമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും വിടുതൽ വേണ്ടിയവർക്ക് വിടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും വന്നിട്ട് ഈ വാത്സല്യ ദൈവഭക്തനിൽ കൂടെ, അത് ഇമ്മാനുവൽ പാഷനിൽ കൂടെ എത്രയോ വിടുതലുകള് ദൈവം അയച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് അത് അനുഗ്രഹ കാരണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്.
അത് ലോക വൈദ്യന്മാർ ഉപേക്ഷിച്ച ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്താണ് അതിന്റെ പിൻപില് ഒരു ബാധയായി രോഗബന്ധനമായി നിന്നപ്പോൾ, മറ്റു പല വഴികൾ നോക്കിയിട്ട് നടക്കാതിരുന്നപ്പോൾ ഇവിടെ കടന്നു വന്ന് എത്രയോ പ്രിയപ്പെട്ടവർ വിടുതൽ പ്രാപിച്ച് ഇന്ന് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ സ്ത്രീയെ നോക്കിക്കേ, ഇത്രമാത്രം രോഗാവസ്ഥയിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു. യേശു കർത്താവ്, ഇത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, യേശു കർത്താവ് പോകുന്നു എന്നുള്ളതായ ഒരു വാർത്ത അവൾ എന്ത് ചെയ്യുന്നു, കേൾക്കുകയാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമകാലത്ത് അശുദ്ധയായിട്ട് മറ്റുള്ളവർ മുദ്ര കുത്തിയിരുന്നായ ആ ഒരു പ്രത്യേക സാഹചര്യം, അവൾക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കുകയില്ല. അതിനെല്ലാം എന്ത് ചെയ്യുന്നു, അന്നുണ്ടായിരുന്ന പഴയ നിയമകാലത്ത് പല നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ നടക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ പറ്റുകയില്ല. കുഷ്ഠരോഗികൾക്ക് ആ ലെവലിൽ നടക്കുവാൻ പറ്റുകയില്ല. അതുപോലെ ഒരു അനുഭവമാണ് ഈ സ്ത്രീക്കും ഉള്ളത്. അവർക്ക് മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യത്തോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. ആൾക്കൂട്ടം ഉള്ളിടത്ത് അതിന്റെ ഇടയിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആ അശുദ്ധ എന്നുള്ളതായ ആ മുദ്ര കുത്തിയിരിക്കുന്ന ഒരു അനുഭവം അവളുടെ മേലുണ്ട്. പക്ഷെങ്കിൽ ഇവൾ എന്ത് ചെയ്യാന്നറിയാമോ, ഇവിടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ കൊടുത്തു. എന്താണ് പ്രേരണ കൊടുത്ത അറിയാമോ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും, രക്ഷ പ്രാപിക്കും, സൗഖ്യമാകും എന്ന് എന്ത് ചെയ്തു, ഇവിടെ ഉള്ളിൽ ആത്മാവ് ഒരു തോന്നൽ, ഒരു പ്രേരണ എന്ത് ചെയ്തു, കൊടുത്തതായിട്ട് കാണുന്നു. നിങ്ങൾ ഭവനത്തിൽ പോയി ആ വാക്യങ്ങളൊക്കെ വളരെ ശാന്തമായി വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പുരുഷാരം മുൻപിലുണ്ട്, അതെല്ലാം ഒരു വലിയ തടസ്സമാണ്. ഈ പുരുഷാരം ഈ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ എങ്ങനെ ഇതിനിടയിൽ കൂടെ ചെന്നിട്ട് ഈ സഹോദരിക്ക് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ പറ്റും? ഇനി അത് മാത്രമല്ല, പിൻപിൽ നിന്നാണ് ഇവൾ ചെന്ന് എന്ത് ചെയ്തത്, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. ശിഷ്യന്മാർ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇത് ശിഷ്യനാണോ കർത്താവാണോ എന്ന് അവൾ എങ്ങനെ മനസ്സിലായി? ചിന്തിച്ചു നോക്കുക. ഇത് പോകുന്നത് ശിഷ്യനാണോ ഇത് കർത്താവാണോ എന്നുള്ളത് അവൾക്ക് എങ്ങനെ? ഇതിനു മുൻപ് അവൾ കർത്താവിനെ കണ്ടിട്ടുള്ളതായിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, തിരുവചനത്തിൽ വായിക്കുന്നില്ല. അവൻ പോകുന്നു എന്നുള്ളതായ വാർത്ത എന്ത് ചെയ്തു, കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ കേട്ടതായ ആ സ്ത്രീക്ക് യേശു കർത്താവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റി? നേർക്കുനേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇന്ന ഒരു രൂപം എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ മുൻപിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ തിരിഞ്ഞു നടക്കുന്ന ഒരാളിന്റെ പുറകിൽ നിന്നിട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടണമെങ്കിൽ യേശുവിനെ കുറിച്ച് വ്യക്തമായി അന്തരാത്മാവിൽ ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അങ്ങനെ ചെന്ന് വരാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ഈ സ്ത്രീയെ ആരോടും ചോദിച്ച് പോയില്ല. അവിടെ അങ്ങനെ വായിക്കുന്നതേ ഇല്ല. ഇത് പത്രോസാണോ, ഇത് യോഹന്നാനാണോ, അല്ലെങ്കിൽ ഇത് യേശുവാണോ, അല്ലെങ്കിൽ യേശു നടുക്കൂടെ നടക്കുന്ന ആളാണോ, ഇതൊന്നും അവൾ എന്ത് ചെയ്യുന്നില്ല. ഒന്ന് ചോദിച്ച് ആശയക്കുഴപ്പത്തിലേക്ക് പോകേണ്ടി അവർക്ക് വന്നില്ല. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതാണ്. എങ്ങനെ ഈ വ്യക്തിക്ക് യേശുവിനെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നതാ യേശുവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? മുൻപിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക അനുഭവം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യുന്നു, പിടിക്കുവാൻ വന്നതായ പടയാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന യൂദ പറഞ്ഞു, ഞാൻ ചുംബനം കൊണ്ട് കാണിച്ചു തരുന്ന അവനെ നിങ്ങൾ എന്ത് ചെയ്യണം, അവനാണ് യേശു എന്ന് പറഞ്ഞു. അവനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യണം, അന്നുണ്ടായിരുന്നതായ പടയാളികൾക്ക് പോലും അവനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓർക്കണ, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഇത് യേശു ആണെന്ന് അന്നുണ്ടായിരുന്ന പിടിക്കാൻ വന്ന പടയാളികൾക്ക് പോലും അറിയത്തില്ല. അതിനാണ് എന്ത് ചെയ്തത്, യൂദ ചുമ്മനം കൊണ്ട് അടയാളമായിട്ട് എന്ത് ചെയ്തത്, കാണിച്ചു കൊടുത്തത്. അങ്ങനെയുള്ളതായ ആ തലത്തില് ഇവിടെ
അത് നടന്നു പോകുന്നതായ ഈ യേശുവിനെ ശിഷ്യന്മാരുടെയും നടുവിൽ യേശു ആരാണെന്ന് ഇത്ര കൃത്യമായി അറിയണമെങ്കിൽ ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉള്ളിൽ പ്രവർത്തിച്ചതല്ലാതെ മറ്റെന്താണ്? ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് എത്തേണ്ട സ്ഥാനത്ത് കറക്റ്റായിട്ട് ഇതിനെ എത്തിക്കും. അത് അവിടെ ഇവിടെയും തപ്പി നടന്നിട്ട് ഒടുവിൽ യേശുവിന്റെ അടുക്കൽ വരികയല്ല, കറക്റ്റായിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാൻ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പിൻപിൽ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തിയും കൂടെയാണ്. ഇവൾ അതുപോലെ കഷ്ടപ്പെട്ടു, ഇവൾ അതുപോലെ സഹിച്ചു, ഏറിയോന്നും വൈദ്യന്മാരെ സഹിച്ചു. ഇനി അങ്ങ് പോകാൻ നിർവാഹമില്ല, ഇനി മുടക്കാൻ പണമില്ല. വലിയ അസ്വസ്ഥപ്പെട്ട അനുഭവം, വലിയ ഭയപരവശയായി തീർന്നതായ അനുഭവം. പക്ഷെങ്കിൽ അതിന്റെ നടുവില് അവള് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്നോട് തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്തോ പറഞ്ഞതെന്നറിയാമോ? അത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വൈദ്യന്മാരുടെ അടുക്കൽ പോയപ്പോൾ ഇവര് അവരുടെ ബന്ധുക്കാരെയോ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെയോ സഹായത്തിന് വേണ്ടി വിളിച്ചോണ്ടുപോയി അല്ലേ? നമ്മൾ ഇന്ന് നിസ്സാരമായ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെല്ലുമ്പോൾ കൂട്ടിന് ആളുണ്ടോ എന്ന് എന്ത് ചെയ്യും? ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും ഈ ലോകത്തിലെ വൈദ്യന്മാരെടുക്ക ചെല്ലുമ്പോൾ, കാരണം ഇഞ്ചക്ഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഈ ആളിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ നേരിട്ടാൽ കൂടെ ആളുണ്ടെങ്കിൽ അവരത് കണ്ടു, അത് ഗ്രഹിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അതിൻ്റെതായ എന്ത് ചെയ്യുന്നു കുറ്റം അവരുടെ മേൽ ആരോപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്? ആരംഭ സന്ദർഭത്തിൽ ഏറിയോന്ന് വൈദ്യന്മാരെടുക്കലെല്ലാം പോയപ്പോൾ ഇവൾ കൂട്ടിന് ആളിനെയും കൊണ്ട് പോയി കാണും. പക്ഷെങ്കിൽ ഈ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ. യേശുവിന്റെ അരികിൽ വന്നിട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങ തൊടാൻ ആരെയാണ് അവൾ കൂട്ടുപിടിച്ചത്? അവിടെ ആരെയും കൂട്ടുപിടിച്ചില്ലെന്നേ. എന്നെ ആശ്ചര്യപ്പെടുത്തിയ വിഷയമാണത്. എന്നെ അറിയുമോ? വൈദ്യന്മാരെടുക്ക പോയപ്പോൾ ഇവർ പലരെയും എന്ത് ചെയ്തു? കൂടെ കൊണ്ടുപോയി. പക്ഷെ യേശുവിന്റെ അരികിലേക്ക് വരാൻ വേണ്ടി അവൾ ഒരു തീരുമാനം അവിടെ അകത്തെടുക്കുകയാണ്. അവിടെ അകത്തെടുത്ത തീരുമാനം എന്താ? വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും, രക്ഷപ്പെടുമെന്ന് അവിടെ അകത്ത് ആത്മാവ് ഇടപെട്ടു. അത് കേവലം അതങ്ങനെ ഇടപെടുക മാത്രമല്ല, ആടെ വിശ്വാസം അങ്ങോട്ട് വളരാൻ തുടങ്ങി. വളർന്നു കഴിഞ്ഞപ്പോൾ ഈ പുരുഷാരത്തെ എല്ലാം ഇവൾ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പുരുഷാരം മാറി മാറി എന്ത് ചെയ്യാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ ഇവൾ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലിടുന്നത്? ദൈവസാന്നിധ്യത്തോടുകൂടെ, ദൈവീയ കൃപയോടുകൂടെ, അല്ലെങ്കിൽ ആവശ്യബോധത്തോടുകൂടെ ദൈവാത്മാവ് ഇടപെട്ട വ്യക്തി അവർ ചെല്ലുമ്പോൾ അവരുടെ മുൻപില് ചില പ്രശ്നങ്ങൾ വഴിമാറിക്കൊടുക്കും, ചില പ്രതികൂലങ്ങൾ അവരുടെ മുൻപിൽ വഴിമാറിക്കൊടുക്കും. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നീ നന്നായി ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ നിന്റെ മുൻപിൽ ചില പ്രശ്നങ്ങൾ വഴിമാറിത്തരും. പുരുഷാരം അതൊരു വിഷയമായി അത് കാണുമ്പോൾ ആ വിഷയങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് നിനക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നെങ്കിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ഒരു ദൈവീയ വിടലായിട്ട് അത് വ്യാപിക്കുവാനായിട്ട് ഇടയായി തീരും. മുൻപിൽ പുരുഷാരം ഒരു തടസ്സമാണ്. പക്ഷെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് തടസ്സമായി വന്നോ? ഇല്ല. കാരണം എന്താ അറിയാമോ? ആത്മാവാണ് ഇവിടെ നടത്തുന്നത്. അകത്തളങ്ങളിൽ ഒരു ആത്മാവ് ഒരു പ്രേരണ കൊടുക്കുന്നു, അതൊരു വിശ്വാസമായി പരിണമിക്കുന്നു, ആ വിശ്വാസം വളരുന്നു, അതൊരു ദൈവശക്തിയായി വ്യാപരിക്കുന്നു. അവൾ പോകാൻ വേണ്ടി ആരെയും കൂട്ടുപിടിക്കാതെ അവളുടെ അകത്ത് വന്ന വിശ്വാസം വളർന്നിട്ട് അവൾ സാഹചര്യത്തെ മറക്കുന്നു. അവളുടെ പഴയ പാരമ്പര്യ അനുഭവത്തോട് ബന്ധത്തിൽ മറ്റുള്ളവർ മുൻപാകെ തനിക്ക് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ചിന്തയും അവിടെ ഉള്ളിലേക്ക് വന്നില്ല. അവൾ വിശ്വാസത്തോടെ അങ്ങ് സ്റ്റെപ്പ് വെക്കുകയാണ്.
വിശ്വാസത്തോട് നടക്കാൻ തയ്യാറായപ്പോൾ പുരുഷാരം അവളുടെ മുൻപിൽ എന്ത് ചെയ്തു? വഴിമാറിക്കൊടുക്കുകയാണ്. പുരുഷാരം അവളുടെ മുൻപിൽ എന്ത് ചെയ്യുന്നു? വഴിമാറിക്കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ത് ചെയ്ത് തൊട്ടത്. തൊട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. യേശുവിങ്കൽ നിന്ന് ശക്തി എന്ത് ചെയ്തു? പുറപ്പെട്ടു എന്ന് കാണുന്നു. യേശുവിന്റെ ഉള്ളില് യേശുവിന് അതെന്ത് ചെയ്തു? മനസ്സിലായി. യേശു കർത്താവിന്റെ ഉള്ളിൽ യേശു കർത്താവിന് എന്ത് ചെയ്തു? അത് പെട്ടെന്ന് മനസ്സിലായി. സ്ത്രീക്കാണെങ്കിൽ ശരീരത്ത് പെട്ടെന്ന് അതെന്ത് ചെയ്തു? മനസ്സിലായി. യേശു കർത്താവിനാണെങ്കിൽ കർത്താവിന്റെ ഉള്ളിൽ അതെന്ത് ചെയ്തു? മനസ്സിലായി. ആ വാക്യം ഒന്ന് വായിച്ചോ. ശരീരത്തിൽ അറിഞ്ഞു. ഉള്ളിൽ അറിഞ്ഞു. രണ്ടറിവ് അവിടെ കാണുന്നുണ്ട്. യേശു ഉള്ളിൽ അറിയുന്നു, സ്ത്രീ ശരീരത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അറിയാണ്. അതെ, ആവശ്യബോധത്തോടെ തൊടുന്നവരെ യേശുവിന് പെട്ടെന്ന് അറിയാം. എത്ര തിരക്കിനിടയിലാണേലും, എത്ര പുരുഷാരത്തിനിടയിലാണേലും ആവശ്യബോധത്തോടുകൂടെ തന്റെ അരികിൽ വരുന്ന അത് വിശ്വാസത്തോടുകൂടെ തൊടുന്നവരെ യേശുവിന് കർത്താവിന് എന്ത് ചെയ്യാം? നന്നായിട്ട് അറിയാവുന്നേ. മറ്റാരെയും അറിഞ്ഞില്ലെങ്കിലും നീ വിശ്വാസത്തോടുകൂടിയാണ് വരുന്നെങ്കിൽ, നീ ആവശ്യബോധത്തോടുകൂടിയാണ് വരുന്നെങ്കിൽ, മറ്റൊരിടത്ത് വേറൊരു ചിന്തയുമായിട്ടല്ല, രണ്ട് രീതിയിലുള്ള ചിന്തയുമായിട്ടല്ല, അങ്ങനെ അതാണ് സംശയിക്ക് വരുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരക്ക് സമൻ, അങ്ങനെയുള്ളവൻ ദൈവസന്നിധിയിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല? പ്രാപിക്കുന്നില്ല. യാക്കോബസ്തൻ അത് പറയുന്നുണ്ട്. ഇവിടെ ഈ സ്ത്രീ രണ്ട് ചിന്തയായിട്ടേ വന്നില്ല. കാരണം അവൾ പോകാവുന്നിടമെല്ലാം പോയതിനു ശേഷമാണ് എന്ത് ചെയ്തത്? ഇനിയും കർത്താവിന്റെ അടുക്കലല്ലാതെ തനിക്കൊരു വിടുതലില്ല എന്നുള്ളത് അവൾ ഉള്ളില് ഒറ്റ തീരുമാനത്തിലേക്ക് വന്നു. അപ്പൊ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ആവശ്യബോധത്തോടുകൂടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും യേശുവിങ്കൽ നിന്ന് ഒരു ശക്തി ഇങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ്. യേശുവിങ്കൽ നിന്ന് ഒരു ശക്തി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പിടിച്ചു വാങ്ങിക്കുന്ന ഒരു അനുഭവം പോലെ അവരുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്തു? അവക്ക് അനുഭവിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, യേശുവിങ്കൽ നിന്ന് ഒരു ശക്തി നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? പിടിച്ചു വാങ്ങിക്കുന്ന, ഒരു വിടുതൽ പിടിച്ചു വാങ്ങിക്കുന്ന, ഒരു അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. അതിനുവേണ്ടി ഇവൾ വേറെ ആരെയും കൂട്ടുപിടിച്ചില്ല. നമ്മളാണെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോവാ, നീ വരുന്നു എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നീ പോകണ്ട, ഞാനും വരുന്നില്ല, എന്ത് ചെയ്യുന്നു? അവ പോകുന്നുള്ള കൂടെ എന്ത് ചെയ്യും? മുടക്കി പിടിച്ചിരുത്തും. ഇതാണ് ഇന്ന് കാണുന്ന രീതി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നോക്കിക്കുകയും ഈ കാര്യത്തിൽ അവൾ ആരെയും എന്ത് ചെയ്തില്ല? കൂട്ടുപിടിച്ചില്ലെന്നേ. നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അവൾ അവരുടെ ഹൃദയത്തോട്, അവരുടെ അന്തരാത്മാവിനോട് തന്നെ അവൾ പറയുന്നത് എന്തോ പറഞ്ഞത്? ഞാന് ഈ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷപ്രാപിക്കും. അങ്ങനെ രക്ഷപ്പെടുമെന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. കാരണം അടുത്ത നിമിഷത്തിൽ മരണം സംഭവിക്കാം. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി തയ്യാറല്ല. എനിക്കൊരു രക്ഷ ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. അതിനുവേണ്ടി കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ത് ചെയ്യും? ഞാൻ തൊടും. മുൻപേ നമ്മൾ ചിന്തിച്ചു, യായിറോസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പരിസരം ഒന്നും നോക്കാതെ കർത്താവിന്റെ കാൽക്കൽ വീണ മനുഷ്യനാണ്. അവനാണെങ്കിൽ പള്ളിയുടെ പ്രമാണിയാണ്. പക്ഷെ അവന്റെ കുഞ്ഞു മകളുടെ കാര്യമാണ് അവന് വലിയ കാര്യമായിട്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവൻ കർത്താവിന്റെ കാൽക്കൽ വീണത്. ഇവിടെ ഈ സ്ത്രീയെ നോക്കിക്ക്, കാൽക്കൽ വീഴാനും പോയില്ല, സങ്കടം പറയുവാനും പോയില്ല, മറ്റാരും അറിയരുത്. പക്ഷെ ഞാൻ വിടുതൽ എന്ത് ചെയ്യും? പ്രാപിച്ചിരിക്കും. അവിടെ അകത്തളങ്ങളിലുള്ളതായ വലിയ വിശ്വാസം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മുൻപിലുള്ള പുരുഷാരം അവൾക്ക് എന്ത് ചെയ്തു? വഴിമാറി കൊടുക്കുന്നതായിട്ട് കാണുകയാണ്. ആ വഴിമാറിയ സന്ദർഭത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്തു? യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ചെന്നിട്ട് അവൾ തൊടുന്നു.
വേറെ ഒന്നും അവൾ ചിന്തിക്കുന്നതേയില്ല. യേശു എന്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നോ അല്ലെ ശിഷ്യന്മാരും ഒന്നിച്ച് വട്ടത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നോ ഇതൊന്നും അവൾ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിച്ചതേയില്ല. പക്ഷെങ്കിൽ എനിക്കിന്നൊരു വിടുതൽ ആവശ്യമാണ്, ഞാൻ ആ വിടുതൽ പ്രാപിക്കുമെന്ന്, ആ വിടുതൽ ഏറ്റെടുക്കുമെന്ന് അവിടെ അകത്ത് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം അവളെ ഒരു വിടുതലിലേക്ക് എന്ത് ചെയ്തു, നയിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പൊ ഒരു ചെറിയ ശേഷിപ്പ് അവരുടെ മേൽ എന്ത് ചെയ്തു, ദൈവം ശേഷിപ്പിച്ചു വെച്ചിരുന്നു. അതാണ് അടുത്ത ദിനങ്ങളിലേക്ക് പോയാൽ ഈ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം പ്ലാൻ ചെയ്തു, ഈ ശേഷിപ്പ് കൊണ്ട് ഇവർക്കൊരു ദൈവീയ വിടുതൽ കൊടുക്കാൻ വേണ്ടി ദൈവം പദ്ധതി ഒരുക്കി. അത് അവിടെ ഹൃദയത്തിൽ തന്നെ അങ്ങോട്ട് പ്രവർത്തിച്ചു, ഹൃദയാന്തർഭാഗത്തിൽ തന്നെ പ്രവർത്തിച്ചു. നമ്മുടെ ഹൃദയാന്തർഭാഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില പ്രേരണ തരുമ്പോൾ നമ്മൾ ഇന്നാരോട് ആലോചന ചോദിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ നിന്റെ വിടുതലിന് മറ്റു പലരും അത് തടസ്സമായിട്ടേ നിൽക്കുകയുള്ളൂ. എന്നാൽ ഓർക്കണം, നീ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ പലയിടത്തും പോയിട്ട് വിടുതൽ നടക്കാതെ ആടെ ഹൃദയം ശൂന്യപ്പെട്ട ഒരു അനുഭവമായിട്ട്, അപ്പോൾ തന്നെ നന്മകളെല്ലാം മുടക്കിയിട്ട് ഒട്ടും ഭേദമാകാതിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ, ഭയപരവശയായിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, വേറെ എങ്ങും പോകണ്ട, യേശുവിന്റെ അരികിലേക്ക് ചെന്നാൽ മതി. അവൻ നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും, അവൻ നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും, അവൻ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. വിശ്വസിക്കൂ, ഒരു ദൈവീയ ശക്തിയായി നിങ്ങളുടെ പേര് വ്യാപരിച്ചു വരുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി യേശു, നന്ദിയോട് സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വസിച്ചു. അത് അവൾക്ക് ഒരു ദൈവീയ വിടുതലായി വ്യാപരിക്കുവാനിടയായി തീർന്നു. അവൾ സൗഖ്യം പ്രാപിച്ചതിന് ശേഷമായിരിക്കാം അവിടെ വീട്ടിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്ത് അറിഞ്ഞത് തന്നെ. അതിനു മുൻപേ ഉള്ള ആലോചനയും എന്താണ്, എങ്ങനെ പോകണോ അങ്ങനെ പോകണോ എന്നൊക്കെ തീരുമാനിച്ചു പോവുകയാണെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. നമ്മൾ ചില കൂടിയാലോചനയ്ക്ക് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളൊക്കെ എന്ത് ചെയ്യത്തില്ല, നടത്തിപ്പിക്കത്തില്ല പിശാച്. എന്നാൽ ആത്മാവുള്ളതായ ആ ദൈവസാന്നിധ്യമുള്ളതായ ആ വ്യക്തി ആരോടും എന്താണ് പറയാതെ അവളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും, രക്ഷ പ്രാപിക്കും എന്നുള്ള അനുഭവം. ആ വിശ്വാസമാണ് അവളെ ഒരു ദൈവവിടലേക്ക് നയിക്കുവാനായിട്ടിടയായി തീർന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, യേശുവിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പുറപ്പെടുന്നു. സ്ത്രീക്ക് അവിടെ ശരീരത്തിൽ എന്ത് ചെയ്തു, അത് അനുഭവിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഈ അനുഭവിച്ചറിഞ്ഞ ആ സന്ദർഭത്തിൽ യേശു കർത്താവ് തിരിഞ്ഞു, എന്നെ തൊട്ടത് കർത്താവ് ഇത് പറയുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ പറയുകയാണ്, ഇത്രയും പുരുഷാരം ഇങ്ങനെ ചിക്കുന്നതിനിടയിൽ നിന്നെ തൊട്ടെന്ന് ആരോ എന്ന് എന്ത് ചെയ്യുന്നു, സാമാന്യ മര്യാദയ്ക്ക് ചോദ്യത്തെ ഒട്ടും തെറ്റില്ല. പക്ഷേങ്കിൽ കർത്താവിനറിയാം, ഈ ശിഷ്യന്മാർ എന്നോട് ചേർന്ന് ഒരുമി നടന്ന ആ ഒരു രീതി അല്ല. ആരോ എന്നെ ആവശ്യബോധത്തോടുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്. ആരോ എന്നെ ആവശ്യബോധത്തോടുകൂടെ തൊട്ടിട്ടുണ്ട്. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് എനിക്ക് മനസ്സിലായി. ശിഷ്യന്മാരുടെ അരിയിൽ കൂടെ ഒരുമി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പക്ഷെ എങ്കിൽ അവരുടെ ശരീരത്തിൽ കൂടെ ഒന്നും ഈ ശക്തി അങ്ങോട്ട് പോയതായിട്ട് അത് മനസ്സിലാകാതിരുന്നപ്പോൾ യേശുവിന് മനസ്സിലായി, ആരോ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യബോധത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ എന്നെ തൊട്ടിട്ടുണ്ട്. ആ ആളിനെ കാണാൻ വേണ്ടിയാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്, തിരിഞ്ഞു നോക്കുന്നത്. മുമ്പ് എന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീയെ ഭയപരവശയായിട്ടിരിക്കുന്നു, സംഭവിച്ച വിഷയങ്ങൾ ആരും അറിയരുതെന്നാണ് ഓർത്തത്. പക്ഷെ അത്രയും പുരുഷാരം എല്ലാവരും എന്ത് ചെയ്തു കണ്ടോ, ആരും അറിയുന്ന ഓർത്ത പുള്ളിക്കാരി ചെയ്തത്. നമ്മൾ ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന, രഹസ്യത്തിൽ ദൈവമായി ബന്ധം പുലർത്തുന്ന, രഹസ്യത്തിൽ ദൈവമായിട്ടൊരു മൽപ്പിടുത്തം ചെയ്യുന്ന വിഷയത്തിന് മുൻപാകെ ദൈവം മറുപടി അയക്കുമ്പോൾ അത് പരസ്യമായിട്ടായിരിക്കും, രഹസ്യമായിട്ടല്ല മറുപടി തരുന്നത്, അത് പരസ്യമായിട്ടായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സന്ധ്യായാമത്തെ വിശ്വസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കട്ടെ, വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കട്ടെ. ഇന്നലെ നീ രഹസ്യമായി പ്രാർത്ഥിച്ചത്, രഹസ്യമായി സങ്കടപ്പെട്ടത്, രഹസ്യമായി
രഹസ്യമായി വിശ്വാസത്തിൽ പോരാടിയത്, അതിന്റെ അനുഗ്രഹം വരുന്നത് ഒരു രഹസ്യമായിട്ടുള്ളതല്ല, അത് പരസ്യമായി തന്നെ നിന്നെ മറുപടി എന്ന് മാനിക്കുന്ന ദൈവമാണ്. അപ്പൊ എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവം അല്ലേ? ആരും കാണരുന്ന് ഓർത്താണ് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ചേർന്ന് തോടുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാവരും കാണത്തക്കോണം. നിങ്ങൾ ആ ഭാഗം ഒന്ന് ഒടുവിൽ പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ചു വയ്ക്കോ. സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ടു വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വീണു. അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിട്ടിരിക്ക. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിട്ടിരിക്ക. ആണ് എന്ത് ചെയ്യും? നിന്റെ വിശ്വാസം നിന്നെ എന്തിരിക്കുന്നു. ആ വാക്യം വെച്ചോണ്ട് ചിലർ പറയും അവരവരുടെ വിശ്വാസം അവരവരെ എന്ത് ചെയ്യും. അങ്ങനെയല്ലത്. അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കുന്നതല്ല അവിടെ പറയുന്നത്. ഇവിടെ യേശുവിലുള്ള അവിടെ വിശ്വാസമാണ് അവരെ രക്ഷിക്കാനിടയായി തീർന്നത്. എന്ന് ഓർക്കുക, അവരോടെ വിശ്വാസം അവരോട് രക്ഷിക്കുമെന്ന് ഈ വചനം ഒരു വ്യാഖ്യാനം തെറ്റായി വ്യാഖ്യാനിച്ചാൽ അത് വചനവിരുദ്ധമായ കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ പറയുന്ന അത് യേശു കർത്താവ് പറയുന്ന കാര്യം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറയുമ്പോൾ നിന്റെ അകത്ത് എന്തിലായിരുന്നോ നീ വിശ്വസിച്ചത്, യേശു കർത്താവിലുള്ള നിന്റെ വിശ്വാസമുണ്ടല്ലോ, യേശു കർത്താവിലുള്ള പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയാണ്, ആ വിശ്വാസമാണ്, ആ കർത്താവ് വിടുവിക്കുന്നുള്ളതായ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കാനിടയായി തീർന്നത്. ഈ സന്ധ്യായാമത്തിൽ ഓർക്കണമേ, കർത്താവിനുള്ള വിശ്വാസമാണ് നിന്നെ വിടുവിക്കുന്നത്. അതാണ് പ്രശ്നത്തിന് പരിഹാരം തരുന്നത്, അതാണ് സ്ഥിതിക്ക് മാറ്റം തരുന്നത്, അതാണ് ശത്രു ബന്ധിച്ചിരുന്ന ബന്ധനത്തിൽ നിന്ന് നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആരെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിട്ടിരിക്കുക. ഇനി ആ സ്വസ്ഥ വരികയില്ല. കാരണം കർത്താവ് വിടുവിച്ചത്, കർത്താവ് വിടുവിച്ച പൂർണ്ണ വിടുതലാണ്. ഇനി അസ്വസ്ഥതയില്ല. അതുകൊണ്ട് അവളെ ധൈര്യപ്പെടുത്തി വിടുകയാണ്, മകളെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിട്ടിരിക്കേ. അസ്വസ്ഥപ്പെടുന്ന പല വാക്കുകൾ നമുക്ക് വന്നേക്കാം, അസ്വസ്ഥപ്പെടുന്ന പല അനുഭവങ്ങൾ വന്നേക്കാം. എന്നാൽ ഇവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിന്റെ അരികില് ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും വന്നവര് അസ്വസ്ഥതയോടുകൂടെ അല്ല പോയത്, നെടുവീർപ്പോടെ അല്ല പോയത്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിട്ടാണ് അവർ പോയത്. ദൈവീയ സ്വസ്ഥത നിനക്ക് ആവശ്യമുണ്ടോ? നീ രഹസ്യത്തിൽ കർത്താവുമായി നല്ലൊരു ബന്ധം പുലർത്തണം. അതിന്റെ അന്തരാത്മാവിൽ നീ പറയണം, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, അത് കർത്താവിൻ കൂടെ മാത്രമേ വിടുതലുള്ളൂ. ഞാനത് പിടിച്ചു വാങ്ങിക്കും, ഞാനത് കരസ്ഥമാക്കും. എന്റെ വീട്ടിൽ ആരും അത് ചെയ്തില്ല എങ്കിൽ പോലും എന്റെ അകത്താണ് കർത്താവിന്റെ സാന്നിധ്യം. ഞാനത് പിടിച്ചു വാങ്ങിക്കും. ചില വിടുതലുകൾ ഞാൻ പിടിച്ചു വാങ്ങിക്കും, ചില അനുഗ്രഹങ്ങൾ ഞാൻ പിടിച്ചു വാങ്ങിക്കും. ശത്രു ഇന്നലകളില് നന്മയെ അപഹരിച്ചുകൊണ്ട് പോയ അനുഭവങ്ങള്, അവിടെ നന്മയെല്ലാം ചോർത്തിക്കളഞ്ഞ അനുഭവങ്ങള്, ഏറിയോന്ന് വൈദ്യന്മാർക്ക് കൊടുത്ത അനുഭവങ്ങള്, ഏറിയോന്ന് വൈദ്യന്മാര് കൊടുത്ത് നന്മയെല്ലാം ഇല്ലാതെയായി പോയ അനുഭവങ്ങള് ഓർക്കണം. എത്രയോ ഭവനങ്ങളിൽ ഇതുപോലെ നടക്കുന്നതെന്നറിയാമോ? ഏറിയോന്ന് മറ്റുള്ളവർക്ക് നന്മ കൊടുത്തിട്ടും ഒട്ടും ഭേദമാകാത്ത വരുന്ന അനുഭവങ്ങൾ. സാത്താൻ ബന്ധിച്ച് ആ ഒതുക്കിയ അനുഭവമാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഓരോ സ്കാനിങ്ങിലോ ഒന്നും ഇതെന്ത് ചെയ്തില്ല, തെളിഞ്ഞു വരികയില്ല. അതിനുവേണ്ടി വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ അരികിലേക്ക് വരികയല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ഓർത്ത് ഭവനങ്ങളിൽ മറ്റുള്ളിടത്ത് ഒതുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതാവസാനം വരെ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അവരെയും കൊണ്ട് ആ ബാധ എന്ത് ചെയ്യും, പോകും. എത്രയോ പേരെ ബാധ കൊണ്ടുപോയി വകവരുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? ബാധ അവരെ മാനസിക രോഗികളാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? നന്മയെല്ലാം ചോർത്തിക്കളഞ്ഞിട്ട് നിരാശയോടുകൂടെ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിന്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന പൈശാചികമായ ഒരു ബാധയല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഓർക്കണം, അതിന്റെ നടുവിൽ വിടുവിക്കാൻ കഴിവുള്ളത് യേശു കർത്താവിന് മാത്രമേ സാധ്യമായി തീരുന്നുള്ളൂ. ആ കർത്താവിന്റെ അരികിലേക്ക് ആത്മാർത്ഥമായി അടുത്തു വരുന്ന ആരും നിരാശയോടല്ല മടങ്ങുന്നത്, സ്വസ്ഥതയോട് മടങ്ങുവാനിടയായി തീരും. ഇനി നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിലേക്ക് വീണ്ടും അതിന്റെ തൊട്ട് താഴേക്ക് വരികയാണ്. 35-ാം വാക്യം വായിച്ചു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും സംഭവം എല്ലാം നടന്നപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി. കണ്ടോ, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി എന്ത് ചെയ്യണ്ട, അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഇപ്പോഴത്തെ വാക്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഭയപ്പെടണ്ട. എന്താ ആ വാക്കൊന്നും കേട്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. എന്നുവെച്ചാൽ ആ വാക്ക് യേശു കാര്യമാക്കിയില്ല, അത് മൈൻഡ് ചെയ്തില്ല കർത്താവ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവനൊരു പെട്ടെന്നൊരു ഭയം വരാൻ, ഇവനൊരു നിരാശ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് യേശു കർത്താവ് യായിറോസിനോട് പറയാണ്, യായിറോസേ ഇതൊന്നും കേട്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ശരിയാണ്, തന്റെ കുഞ്ഞുമകളുടെ അത്യാസന നില കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനിടയിലാണ് ഈ സ്ത്രീ എന്ത് ചെയ്തത്, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. ഇവള് അത്രയും സമയം ഇവക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു, അത്രയും സമയം കളഞ്ഞു. വേണമെങ്കിൽ ഇന്നത്തെ രീതി അനുസരിച്ചാണ് നിങ്ങളെ ഒരാളാണ് യായിറോസ് എങ്കില് പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കലി തോന്നാൻ സാധ്യതയുള്ള ആരോടാണെന്നറിയാമോ? രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് ഇവൾ ഒറ്റവരുത്തിയ എന്റെ കുഞ്ഞുമകൾ മരിക്കാൻ എന്ത് ചെയ്തത് കാരണമായി തീർന്നത്. ഇവളെ ഇനിയും ഈ എന്ത് ചെയ്യുന്നു, അവക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യും, നോക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പക്ഷെങ്കിൽ ഈ ചിന്തയൊക്കെ വരുന്നതിന് മുൻപേ കർത്താവ് പറയുന്ന ആ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിനക്കുള്ള വിടുതൽ അല്പം താമസിച്ചാണെങ്കിലും വേറെ ഒരാൾ അതിന്റെ മുൻപേ ഒരു വിടുതൽ പ്രാപിച്ചാലും നീ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. നിനക്കുള്ള വിടുതൽ അതിന്റെ പുറകിൽ വരുന്നുണ്ട്, നിനക്കുള്ള വിടുതൽ അതിന് പുറകിൽ വരുന്നുണ്ട്. ആരെല്ലാം പിടിച്ചു വാങ്ങിക്കാൻ നോക്കിയാലും നിനക്കുള്ള വിടുതൽ അതിന്റെ പുറകിൽ വരിക തന്നെ ചെയ്യും. ആർക്കും അപേക്ഷിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അല്പം താമസിച്ചു എന്ന് വന്നേക്കാം, ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില വാക്ക് കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. അവിശ്വാസത്താൽ വരുന്ന വാക്ക് കേട്ടിട്ട് നീ ഭയപ്പെടാതെ വിശ്വാസത്തിന്റെ യേശു കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് നീ ധൈര്യപ്പെടേ. എന്താ കർത്താവ് പറഞ്ഞേ, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യാന്ന് പറഞ്ഞു. ചില വാക്കുകൾ ചിലർ കാര്യമായിട്ട് അങ്ങ് എടുക്കും. നിസ്സാരമായി പറയുന്ന ചില വാക്കുകൾ എന്ത് ചെയ്യും, കാര്യമായിട്ട് എടുക്കും. എന്നാൽ കാര്യമായിട്ട് എടുക്കാൻ പറയുന്ന ചില വാക്കുകൾ ചിലരെന്ത് ചെയ്യും, അതങ്ങ് വിട്ടുകളയും. എന്നാൽ കാര്യമായിട്ട് എടുക്കാൻ പറയുന്ന വാക്കുകൾ നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കണം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോത്ത് അത് ആയിരുന്നതായ ആ പട്ടണം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് ദൈവികമായിട്ടുള്ളതായ പദ്ധതി പ്രകാരം അത് ദൈവ പുരുഷൻ എന്ത് ചെയ്യുന്നു, ദൈവ ദൂതന്മാർ മുഖേനയൊക്കെ അരുളി ചെയ്യുന്നതായ ആ സാഹചര്യത്തില് ഈ ലോത്ത് എന്നിട്ട് തനിക്ക് മക്കൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിക്കുന്നവരോട് ചെന്നച്ച് പറഞ്ഞു, ഈ ദേശം നശിപ്പിക്കുവാൻ പോകുന്നു, അപ്പൊ ഇവിടെ നിന്ന് പുറപ്പെട്ടോളാൻ വേണ്ടി പറഞ്ഞു. പക്ഷെങ്കിൽ അവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഇതൊരു കളിയായിട്ട് എന്ത് ചെയ്തു, ഇത് അപ്പച്ചന്റെ ഒരു തമാശയാണെന്ന് എന്ത് ചെയ്തു. ഇന്ന് അതല്ലേ പലപ്പോഴും എന്ത് ചെയ്യുന്നു, രക്ഷിക്കപ്പെടുക, അതെന്താ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാംശം പ്രാപിക്കുക, ഇതെല്ലാം അപ്പച്ചന്റെ ഒരു തമാശയാണ്. എന്ത് ചെയ്യാന്നറിയാമോ, ലോകത്തിന്റെ മക്കൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നവർക്ക് അവിടെയൊക്കെ ചെന്നിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഇതൊരു കളിയായിട്ട് എന്ത് ചെയ്തു, കളിയായിട്ട് തോന്നിയതാ കാണുന്നേ. അപ്പൊ ആ അപ്പച്ചൻ ഇതിനു മുമ്പും കളി പറഞ്ഞു കാണും, ആ കൂട്ടത്തിൽ ഒരു കളിയായിട്ട് എന്ത് ചെയ്തു, ഇത് തോന്നി എന്നാ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. എന്നാൽ അത് പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചതായിട്ട് വായിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഈ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അത് കാര്യമാക്കാതെ നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തി വിടുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് സംഭവിച്ച എന്തെന്ന് അതിന് താഴെ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഓടിച്ചു വായിക്കാം. മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. അപ്പൊ എന്താണ്, കർത്താവ് വിശ്വാസമുള്ളവരെ
എന്ത് ചെയ്യുന്നു? കർത്താവുമായിട്ട് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇഴുകി ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് അവിടെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവരെയും കൊണ്ട് മാത്രമേ അങ്ങോട്ട് എന്ത് ചെയ്തുള്ളൂ? പോയുള്ളൂ. വിടുതൽ പ്രാപിക്കുന്നതിന് ഈ എന്താണ് അവിടെ കാണാൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു. അവർ കുറച്ചുപേര് കർത്താവിനെ പരിഹസിച്ചായിട്ട് കാണുന്നു. ഈ പരിഹസിച്ചവരെയും പുച്ഛിക്കുന്നവരെയും ഒന്നും കർത്താവ് ചേർത്ത് ഒരു വിടുതലിന് വേണ്ടി നിർത്തുന്നില്ല. പരിഹസിക്കുന്നവർക്കും അവിശ്വസിക്കുന്നവർക്കും പല വിടുതലുകൾ താമസം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈതലിന്റെ അപ്പനെയും അമ്മയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അല്ലാതെ മറ്റാരെയും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെ? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടുകൂടെ തബീത ഖൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അത്യന്തം വിസ്മയിക്കുവാൻ കാരണമായി തീർന്നു. നമ്മളെ ചിന്ത ഇതാണ്: ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് ആരോട് പറഞ്ഞു എന്നും പറഞ്ഞ സാഹചര്യം എന്താണെന്നും എങ്ങനെ ഒരു ദൈവ വിടുതൽ വന്നു എന്നും വളരെ വിശദമായി നമ്മൾ ചിന്തിച്ച ഒരു പ്രത്യേക വിഷയമാണ്. എന്ത് ചെയ്യുന്നു? അതിന് മുൻപേ ആരെങ്കിലും വിടുതൽ ലഭിച്ചു എന്ന് ഓർത്തിട്ട് നിന്റെ വിടുതൽ കിട്ടാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. അതിന്റെ പുറകിൽ നിനക്കുള്ള വിടുതലുകൾ വരുന്നുണ്ട്. നീ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി, ഭയപ്പെടാതിരുന്നാൽ മതി. അസ്വസ്ഥപ്പെട്ട മനസ്സ് മാറിയിട്ട്, ഭയപ്പെടുന്ന മനസ്സ് മാറിയിട്ട്, അതെ സ്വസ്ഥതയോടെ നീ കർത്താവല്ലേ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ആ കർത്താവിന് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ കർത്താവിന് അറിയാം ചലിക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കാനായിട്ട് കർത്താവിന് അറിയാം. ഇന്നലെകളിൽ തീർന്നുപോയെന്ന് പറയുന്ന സ്ഥാനത്ത്, ആ വാഗ്ദത്തം എല്ലാം തീർന്നുപോയെന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് വിചാരിച്ചാല് ആ വാഗ്ദത്തത്തെ ചലിപ്പിക്കാൻ പറ്റും. നീ ചിന്തിക്കുമ്പോൾ കർത്താവ് വാഗ്ദത്തമുള്ളവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നീ പറയുന്നു. പക്ഷേങ്കിൽ എന്താ അറിയാമോ? ആ വാഗ്ദത്തം ഇപ്പോൾ ചലിക്കാതെ കിടക്കുകയാണ്. എന്നാൽ കർത്താവ് അതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥയിൽ അടച്ച് ഈ വചനത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്നേഹ